സർവ്വ ലക്ഷണങ്ങളും ഒത്ത പശുക്കളാ. കാലത്ത് 20 ലിറ്റർ, വൈകുന്നേരം 20 ലിറ്റർ. കറന്ന് കാണിച്ചു തരാവോ? കറവക്കാരൻ വന്നില്ല, അതുകൊണ്ടാ. പിന്നെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കും? മനുഷ്യൻ മനുഷ്യനെ വിശ്വസിക്കണം. സത്വം നല്ലതാ, പക്ഷെ പശുക്കട അകിട് കണ്ട നിങ്ങൾ നുണ പറയാന്നേ തോന്നു. ഓ അത് ശരി. എന്നാ നിങ്ങൾ പോയട്ടെ, നിങ്ങൾക്ക് വിൽക്കുന്നില്ല. അല്ല, സത്യമായിട്ടും കറവ എത്രയുണ്ട്? നിങ്ങൾക്ക് വിൽക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഇയാളെ എവിടുത്തുകാരുണ്ടാ? 20 ലിറ്റർ പോലും. വടം വിജയ, ബാങ്കുകാർ ജപ്തി ചെയ്യുന്നതിന് മുമ്പ് വിറ്റ് കാശാക്കാം. അപ്പൊ ഒന്നുമില്ല, പോലീസ് പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് നാട് വിടണം. നാട് വിടാനോ? സാധാരണ നാടല്ല ദാസ. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം മോനെ. ലോഞ്ച് കയറി ഗൾഫിൽ പോകാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറായി കഴിഞ്ഞു. ഈ സമൂഹത്തിന് നമ്മളെ വേണ്ടടാ, പക്ഷേ നമുക്ക് പല സാമ്രാജ്യങ്ങളും വെട്ടിപ്പിടിക്കാനുണ്ട്. അത് ബാങ്കിനെ വഞ്ചിക്കലാവില്ലേ? ആ ശരിയാ. എല്ലാ വലിയവന്റെയും വിജയത്തിന്റെ പുറകില് ഇതുപോലൊരു കറുത്ത പാട് കാണും. അതുകൊണ്ട് നീ എതിര് പറയരുത്. വിജയ, അത് നീ വരുമോ ഇല്ലയോ? നമ്മളെ രണ്ടുപേരെയും ലോഞ്ച് കടത്താമെന്ന് ഗഫൂർ കേറ്റ് കഴിഞ്ഞിരിക്കുക. ഏത് ഗഫൂർക്ക? അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ തിരുവനന്തപുരത്ത് നിന്ന് വിമാനമൊന്നുമില്ലല്ലോ. ആയിരക്കണക്കിന് ആളുകൾ തോണിയിലും നീന്തിയിട്ടും വഞ്ചിയിലും ഒക്കെ തന്നെയാണ് ഗൾഫിലെത്തിയത്. 20,000 ഉറുപ്പ്യ അല്ലാണ്ട് ഒരു വിസ കിട്ടുമെന്ന് അത് തന്നെ മഹാ തട്ടിപ്പാണ്. പണ്ടത്തെ പഹന്മാർക്കുള്ള മനോധൈര്യം ഇന്നുള്ള പഹന്മാർക്ക് ഇല്ല എന്ന് കൂട്ടിക്കോളി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനോധൈര്യം അങ്ങനെ ഇല്ല. അല്ല വേണ്ട, എനിക്കുണ്ടേ, കേട്ടിന് എനിക്കുണ്ട്. പക്ഷെ നീന്തണം. നീന്ത്? ആ, കടലിൽ നീന്തണം. അപ്പൊ ഈ ലോഞ്ച് കരയ്ക്കടിക്കില്ലേ? അടുക്കും, പക്ഷെ ഫുള്ളായിട്ട് അടുപ്പിക്കാൻ പറ്റുമല്ലോ. കാലിഫോർണിയയിലേക്ക് ചരക്ക് കയറ്റാൻ പോണ ഒരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ നമ്മളത് ദുബായ് കടപ്പുറം വഴി തിരിച്ചു വിടാം. പിന്നെ കഷ്ടൊരു ഫർലോങ് നീന്തണം. അറബി പോലീസിന്റെ കണ്ണിൽപ്പെട്ടാൽ? അതിന് അറബി പോലീസിലെ മൂക്കിന്റെ അകത്തേക്കല്ലല്ലോ നിങ്ങൾ നീന്തി കയറുന്നത്. പോലീസും കില്ലീസും ഒന്നും ഇല്ലാത്ത ഒരുപാട് കടപ്പുറം ഗൾഫിലുണ്ട്. അത് ഗഫൂറിന് നല്ലപോലെ അറിയാം. നിങ്ങളൊരൊറ്റ കാര്യം ചെയ്താൽ മതി. 2 അറബിന്റെ ഡ്രസ്സ് കരുതണം. അതെന്തിനാണാവോ? കര പറ്റിയാൽ ഉടനെ അറബിക്കുപ്പായ എടുത്തിട്ടോളി. അറബിക്കുപ്പായക്കാരൻ ഏത് പോലീസാണ് പിടിക്കുക? അതെ. പിന്നെ അത്യാവശ്യം ചില അറബി വാക്കുകൾ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം. ഒന്നുമില്ല. അസ്സലാമു 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 അലൈക്കും അലൈക്കും വ അലൈക്കും വ അലൈക്കും മുസ്സലാം മുസ്സലാം മതി. പിന്നെ 7-ാം തീയതി ഉരു പുറപ്പെടുന്നതാണ്. പൈസ കൊണ്ട് പോന്നോളി. അല്ല ഗഫൂർക്ക, ഒരു പക്ഷേ പിടിച്ചു പോയാൽ? ആരെ പിടിക്കാൻ? ഇവിടെ പിടിക്കും എന്നുള്ള ഭയം ഉണ്ടായാൽ തന്നെ ആരും പിടിക്കും. അതുകൊണ്ട് പിടിക്കൂല എന്ന് വിശ്വസിച്ചോളി. നിങ്ങളെ ആരും പിടിക്കില്ല. പിടിക്കൂല. ഗഫൂറാണ് പറയണത്. ധൈര്യമായിട്ട് പോ. എന്നിട്ട് 7-ാം തീയതി പൈസ ആയിട്ട് വാ. പ്രശ്നല്ല. വാ. പിന്നെ ഒരു പുറപ്പെടുകയായി. ആ പൈസ കൊണ്ട് എടുത്തോളി. അല്ല, ഗഫൂർക്ക വരുന്നില്ലേ? ഞാൻ വരുന്നേന്ന് കേറിയ ശേഷം പിന്നെ അതിൻ്റെ അകത്ത് ചെറു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. ഒരു പ്രശ്നമില്ല, മുഴുവനുണ്ട്. പശുവിനെ വിറ്റതും നുള്ളി പെറുക്കിയതും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ഭാവി ഗഫൂർക്കന്റെ കയ്യിലാണ്. അത് നിങ്ങളിപ്പോ എത്ര പറയാനുണ്ടോ? പിന്നെ അറബിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട്. എന്നാ പോന്നോളി. അല്ല, ഇതാണോ ഒരു പുറത്താണ്. നമ്മളിതിൽ അങ്ങോട്ട് എത്തണ്ടേ? വന്നാട്ടെ. ഇങ്ങോട്ട് പോരേന്ന് വരി. തല സൂക്ഷിക്കണേ, മുട്ടു. ഇനി പെട്ടിയൊക്കെ ഇവിടെ വെച്ച് ഇവിടെ എവിടെയും കിടക്കുക ഇരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോളി. പിന്നെ ഇപ്പോഴത്തെ പണിക്കാര് ആരാന്ന് ചോദിച്ചാൽ ഗഫൂർക്ക ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നമ്മളേറ്റ്. എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. സംശയമുണ്ടോ? ഈ ഗഫൂർക്ക മുഖാന്തരം എത്രയെത്ര ആളുകളാ ഗൾഫിൽ പോയി കോടീശ്വരന്മാരായതെന്ന് അറിയോ നിനക്ക്? ആണോ? വലിയ മനുഷ്യന്. വിജയ, നമുക്ക് ഈ ബുദ്ധി നേരത്തെ എന്താടാ തോന്നാത്തത്? എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ. എല്ലാവർക്കും എണീറ്റാത്ത മക്കളെ. എനിക്ക് സ്ഥലത്തിക്കുന്നു. സ്ഥലത്തി.
അങ്ങനെ പഠിച്ചവന്റെ കൃപ കൊണ്ട് ഒരു തട്ടുമുട്ടില്ലാണ്ട് നമ്മൾ ദുബായ് കടപ്പുറത്തെത്തിക്കേ. ആ ഭഗവാനെ, ഈശ്വര രക്ഷിക്കണേ. നല്ല കാര്യത്തിന് പറ്റിയ നേരം പരവരാ വെളുക്കുന്നേ ഉള്ളൂ. ഇനി വൈകണ്ട, ചാടിക്കോളി. ഗഫൂർക്ക, ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. പണി കിട്ടി ആദ്യമായിട്ട് നാട്ടിൽ വരുമ്പോൾ നമ്മളെ പുരയിലൊന്ന് വെറുതെ വരണം. പൊന്നും പൈസ ഒന്നും നമുക്ക് വേണ്ട. നിങ്ങൾ നന്നായി കാണാന്നുള്ളതാണ് നമുക്കുള്ള ആകെയുള്ള സന്തോഷം. ദൈവമാണ് ഗഫൂർക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഗഫൂർക്കാണ് ഞങ്ങളുടെ ദൈവം. നിങ്ങൾ രണ്ടും നമ്മളെ മക്കളാണ്. ഇനി വൈകണ്ട, നീന്താനുള്ള ട്രൗസറും കുപ്പായിട്ട് വേഗം ചാടിക്കോളി. ആ കാണാണ് ദുബായ്. അറബി ഡ്രസ് നനഞ്ഞിട്ടുണ്ടാവോ? പ്ലാസ്റ്റിക് ആണല്ലേ, ഒന്നും പറ്റിക്കാണില്ല. എന്നാ നേരം കളയണ്ട, ആദ്യം നമുക്ക് വേഷം മാറാം. ശരിയാ, വേഷം മാറാം. അവിടെ പാ. അതെ, അടിയിൽ പാന്റ് ഷർട്ടും, വെളിയിൽ അറബി. അറബി മാത്രം പോരെ? ചോദ്യം വേണ്ട, വിവരമുള്ളവർ പറയുന്ന കേട്ടാ മതി. അത് വിവരമുള്ളവർ പറയുമ്പോഴല്ലേ. ഡാ വിജയ, നിന്റെ തമ്മിത്തല്ലി സ്വഭാവം നിർത്തിക്കോ. ഇത് നിന്റെ കേരളമല്ല, അറബി നാടാ. അറബി നാട്. ആ ഭഗവാനെ, ആരാ? ഏ? നമ്മളെ തന്നെയാണല്ലോ അവന്മാര് നോട്ടം ഇട്ടിരിക്കുന്നത്. അതെ, നമ്മളെ തന്നെ അവര് നോക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന രൂപയും കളഞ്ഞ് അവസാനം അറബി ജയിലിന്റെ ഇരുമ്പഴി എണ്ണേണ്ട ഗതിയായല്ലോ ഈശ്വര. നിന്റെ കൂടെ ഇറങ്ങി തിരിക്കുമ്പോഴേ ഞാൻ കരുതിയതാ കടപ്പുറം മുഴുവൻ ഇത്രയും ബന്ധോബസ്ത് ഉണ്ടാവുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? അവന്മാര് പോലീസ് വേഷത്തിലല്ല, അറബികളുമല്ല, പാന്റ് ഷർട്ട് വേഷം. എന്റെ ബലമായ സംശയം നമ്മളെ പോലെ ഒളിച്ചു കിടന്നേതോ ഇന്ത്യക്കാരാണെന്ന. ഇന്ത്യക്കാർ ഒളിഞ്ഞു നോക്കുന്നത് എന്തിനാ? വിട്ടി, നമ്മളിപ്പോ ഇന്ത്യക്കാരല്ല, നമ്മുടെ അറബി കുപ്പായം കണ്ട അവന്മാര് വരണ്ടിരിക്കാവും. വരുന്നത് വരട്ടെ, നമുക്ക് ഭയപ്പെടാതെ മുന്നോട്ട് നീങ്ങാം. അല്ലെങ്കിലും ഭയപ്പെട്ടിട്ട് നീ കാര്യമില്ല. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ചിലപ്പോ വെടികൊണ്ട് ചാവേണ്ടി വരും. അയ്യോ, അതുകൊണ്ട് ധൈര്യം, വിദ്വാനും ഭൂഷണം, മുമ്പോട്ട് നടക്കാം. നീ പോ, നീ നടക്ക, നീ പോ, നീ അത് നടക്ക, നീ നടക്ക. പിടിച്ചോ, വാ. ശരണമയ്യപ്പ. അയ്യോ, അവന്മാരെ ഇന്ത്യക്കാരെല്ലാം തോന്നുന്നു. നമ്മുടെ അറബി വേഷം കണ്ടിട്ട് അവന്മാർക്ക് ഒരു കുലുക്കമില്ല. കുലുങ്ങാത്ത ഏതെങ്കിലും ഇന്ത്യക്കാരായിരിക്കും. അയ്യോ, പിന്തുടരുകയാണല്ലോ നമ്മളെ. പിന്തുടരുകയാണല്ലോ. നമ്മളിങ്ങനെ സ്പീഡിൽ നടന്നാൽ അവന്മാർക്ക് സംശയം തോന്നും. നിൽക്കാം. സിഗരറ്റ് ഉണ്ട്, സിഗരറ്റ്. നമ്മൾ അറിഞ്ഞതല്ലേ, നമുക്കാരും പേടിക്കണ്ട. അതെ, നമുക്കാരും പേടിയില്ല. bist du hier Stelaha? Stelaha. ഒമാരെ കാണുന്നില്ലല്ലോ. വാ.
അവസാന നിമിഷം എങ്ങനെ നിന്നോ പോലീസ് ചാടി വീണു. എന്നിട്ട് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. ഇത്രയും രഹസ്യമായ ഇടപാടായിരുന്നിട്ട് പോലീസ് മണത്തറിഞ്ഞു. നമ്മുടെ സിഗ്നൽ കറക്റ്റ് ആയിരുന്നില്ലേ? എല്ലാം കറക്റ്റ്. ഒരറബി ചുണ്ടത്ത് സിഗരറ്റ് വെച്ചു, ഞാനത് കത്തിച്ചു കൊടുത്തു. അതായിരുന്നല്ലോ നമ്മുടെ സിഗ്നൽ. നമ്മുടെ പെട്ടി അങ്ങോട്ട് കൊടുത്തു, അവരുടെ പെട്ടി ഇങ്ങോട്ട് വന്നു. പക്ഷെ പെട്ടി തരാൻ അവരൊന്ന് സംശയിച്ചു. അത് പോലീസിന്റെ വിസിൽ കേട്ട് ഭയന്നിട്ടായിരിക്കും. എവിടെ? ഡോളറെവിടെ? Where's the cash? Tell me, where's the cash? സിഗ്നലുകളൊക്കെ കറക്റ്റ് ആയിരുന്നു. Stupid! Cash എവിടെ ചോദിച്ചത്? അറബി ചുണ്ടത്ത് സിഗരറ്റ് വെച്ചു, ഞാനത് കത്തിച്ചു കൊടുത്തു. Yes. ആര്? മുത്തോ? എന്താണ്? എപ്പോ? എവിടെ വെച്ച്? Oh my God. $50,000 2 അറബികളെ പോലീസ് പിടിച്ചു. അപ്പോൾ ഞങ്ങൾ കൊണ്ട് അറബികൾ എങ്ങനെ സിഗ്നൽ കറക്റ്റായി കാണിച്ചു? സിഗ്നലും മണ്ണാങ്കട്ടെ മിസ്റ്റർ, അവര് CID-മാരായിരുന്നു. മനസ്സിലായോ? അതിസമർത്ഥന്മാരായ 2 CID-മാർ. നമ്മുടെ രഹസ്യ സിഗ്നൽ പോലും അവർ പിടിച്ചെടുത്തിരിക്കുന്നു. ഒറ്റയടിക്ക് 6 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടത്. ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. അതെ, ആദ്യം നമുക്ക് ഈ പെട്ടിയിൽ എന്താണെന്ന് തുറന്നു നോക്കാം. ചിലപ്പോ രൂപയാണെങ്കിലോ? അതൊക്കെ പിന്നെ ഇവിടെ ചോർക്കാൻ പാടില്ല, അത് അപകടമാണ്. അത് ശരി. നമുക്കേ ആദ്യം കുറച്ച് നല്ല ഗൾഫ് മലയാളീസിനെ കണ്ടുപിടിക്കാം. നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് അവരോട് പറയാം, എന്നിട്ട് ഇത് തുറക്കാം. അതുവരെ തുറക്കാൻ പാടില്ല. അത് ശരിയാ. ഞാൻ പറയുന്ന പോലെ ഞാൻ പറയുന്ന പോലെ നീ കേൾക്കൂ. ഞാൻ ശ്രമിക്കാം. നമ്മുടെ വേഷം ശരിയല്ലെന്നുണ്ടോ? ആളുകളുടെ മുഖത്തൊക്കെ ഒരു അത്ഭുതം. പക്ഷെ റോഡിലൊന്നും ഒരു ഒറ്റ അറബിയും കാണുന്നില്ലല്ലോ. ഇവിടെ അറബികൾ മുഴുവൻ എണ്ണ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും. ആ ബസിന്റെ പുറത്തേക്ക് വെച്ചിരിക്കുന്ന തമിഴല്ലേ? പാരീസ്. പാരീസ്. പാരീസിലേക്ക് ഇവിടുന്ന് ബസ്സാ? അയ്യോ, പാരീസിലേക്ക് ആയിരുന്നു ബസ് സഞ്ചരിക്കൂ. ഗൾഫിൽ എവിടെയെങ്കിലും പാരീസ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. എന്റെ ഈശ്വരാ, ഇത് ഗൾഫൊന്നും അല്ല. ഇത് ഗൾഫല്ല. നെഞ്ചു കുത്തുന്ന വർത്തമാനം പറയല്ലേ. അല്ല. അയ്യോതാ, ഇന്ത്യൻ ബാങ്ക്, ശ്രീ വിശാലൻ ചിറ്റ് ഫണ്ട്, അതുകൊണ്ട് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. അങ്ങനെ ആയിരിക്കില്ല. അതെ. തുറന്നു നോക്കടാ. ഭാഗ്യരാജൻ രാധേ. എവിടെടാ ഭാഗ്യരാജൻ രാധേ? എനിക്കൊന്നും അറിയില്ല. അയ്യോ, രാജ അണ്ണാമലെ മെമ്മോറിയൽ ഹാൾ. എനിക്ക് ആ കള്ളം ഗഫൂർ നമ്മളെ ചതിച്ചു. ഗഫൂർക്ക് ചതിക്കൊന്നുമില്ല. ഗഫൂർ ആണ് ഇതിന്റെ അളിയനാ. നീ എന്തിനാ എന്നോട് ചാടി കളിക്കുന്നത്? പശുവിനെ വിറ്റതും വെള്ളത്തിൽ ചാടിയതും നീന്തിയതും കഷ്ടപ്പെട്ടതൊക്കെ മദിരാശി വരാനാ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത് നിന്നോട്. നീ എന്നോട് മിണ്ടുണ്ടോ? ഞാൻ നിന്നോട് മിണ്ടുന്നില്ല. சாமி எங்க போன சாமி? குண்டு சாமி டக்கரான பைசா ஹோட்டலுக்கு கூட்டு போற சாமி.